അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഒരു ദിനം ഒരറിവ് നാം പഠിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഠിക്കുന്ന ഇൽമുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന, പരിശ്രമിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും മരിക്കുന്ന സമയം ഇതിന്റെ പ്രതിഫലം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ അബി ഉമാമ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന സഈമുൻ ബിബൈത്തിൻ ഫീ റബളിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹഖിക. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബളിൽ ജന്ന. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ്, നമ്മുടെ ഏറ്റവും വലിയ ഒരു മോഹമാണ് സ്വർഗത്തിൽ പോകണം. ആ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് ചെല്ലണം. പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. ആ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കിട്ടണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു അഭിലാഷമാണ്, വലിയൊരു മോഹമാണ്. അപ്പൊ ആദരമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കൊട്ടാരങ്ങൾ, അവിടെ നമുക്ക് സ്വർഗത്തിൽ വീടുകൾ ലഭിക്കുന്ന ഒരു നന്മയാണ് ഇന്നത്തെ ഹദീസിലൂടെ നമ്മൾ പഠിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബളിൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സ്വർഗത്തിന്റെ കീഴ്ഭാഗത്ത് നിങ്ങൾക്കൊരു വീട് ലഭിക്കും. എന്ത് ചെയ്താൽ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹഖിക. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, തന്റെ പക്ഷത്തായിരുന്നു സത്യമെങ്കിലും തർക്കം ഒഴിവാക്കുന്നവന് സ്വർഗത്തിന്റെ കീഴ്ഭാഗത്തൊരു വീട് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഹക്ക് നിന്റെ ഭാഗത്താ, എങ്കിലും തർക്കം ആവശ്യമുള്ളതാകട്ടെ ആവശ്യമില്ലാത്തതാകട്ടെ, ഈ തർക്കങ്ങൾ ഉപേക്ഷിക്കുക. വെറുതെ കിടന്നിട്ട് അവനവന്റെ ഭാഗങ്ങൾ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള തർക്കങ്ങൾ, തനിക്ക് ശരിയെന്ന് തോന്നുന്നതിനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശബ്ദമുയരുകയും വാദങ്ങളും പ്രതിവാദങ്ങളും സൃഷ്ടിക്കപ്പെടുകയും അത് ഹൃദയങ്ങൾക്കിടയിൽ വിടവുകൾ ഉണ്ടാക്കുകയും മനുഷ്യബന്ധങ്ങളെ തകർക്കാൻ കാരണമായി തീരുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തർക്കം ഉപേക്ഷിക്കുക എന്ന കാരണത്താൽ തന്നെ വിശ്വാസി സമൂഹത്തിന് സ്വർഗത്തിന്റെ കീഴ്ഭാഗത്ത് ഒരു സ്വർഗമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത തർക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുക. രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വ ബൈത്തിൻ ഫീ വസത്തിൽ ജന്ന. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു വീട് അള്ളാഹു നിങ്ങൾക്ക് നൽകും. എന്ത് ചെയ്താൽ? സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് പ്രവാചകൻ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് നിങ്ങൾക്കൊരു വീട് ഓഫർ ചെയ്യുന്നു. ലിമൻ തറക്കൽ കദിബ വ ഇൻ കാന മാസിഹ. തമാശക്കായിരുന്നെങ്കിലും കളവ് ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീട് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ഒരു മനുഷ്യൻ, അവൻ കള്ളം പറയലല്ല, തമാശയ്ക്ക് പോലും അവൻ കള്ളം പറയാറില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് അള്ളാഹു ഒരു കൊട്ടാരം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കള്ളം പറയുക അതിനെ ഇസ്ലാം ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. തമാശയ്ക്ക് പോലും പറയരുതെന്നാ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാരണം ദുസ്വഭാവങ്ങളിൽ വളരെ കണിശമായി ഇസ്ലാം വിലക്കിയതാണ് കളവ്. എല്ലാ തെറ്റുകളുടെയും തുടക്കം കളവായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താക്കീത് നൽകിയത്, നിശ്ചയം കളവ് തിന്മയിലേക്കാണ് നയിക്കുക. തിന്മ നരകത്തിലേക്ക്. കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കള്ളൻ എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ കളവ് പറയുന്നത് അത് തിന്മയിലേക്ക് നമ്മളെ എത്തിക്കും, തിന്മ നരകത്തിലേക്ക് എത്തിക്കും.
അങ്ങ് അവസാനം ആ മനുഷ്യനെ കള്ളൻ എന്ന അള്ളാഹുവിന്റെ മുന്നിൽ എഴുതപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞൊരു ഹദീസ്, കൂട്ടുകാരുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ തമാശയായിട്ടും കൂട്ടുകാരെ ചിരിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി ഓരോ തമാശകൾ പറയുന്നവരുണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നവരുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് അങ്ങനെയുള്ള സഹോദരങ്ങളും സഹോദരിമാരും വ്യക്തമായി നല്ലതുപോലെ സൂക്ഷിക്കേണ്ട ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമൂഹത്തെ ചിരിപ്പിക്കാൻ കളവ് പറയുന്നവന് നാശം 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 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സമൂഹത്തെ, കൂട്ടുകാരെയൊക്കെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി കളവ് പറയുന്നവന് നാശമാണ് 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 എന്ന് 3 പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പറഞ്ഞു. അവൻ നാശമാണവന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കളവ് പറയുക എന്ന് പറയുന്നത് അത് വല്ലാത്ത നാശം, മനുഷ്യനെ നരകത്തിലെത്തിക്കും, അവനെ നരകത്തിലേക്ക് എത്തിക്കും. പക്ഷേ ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരമാണ് അള്ളാഹു നമുക്ക് ഓഫർ ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 3 വബൈത്തും ഫിൽ അഅല, വബൈത്തും ഫിൽ അഅല, സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന മുകൾ തട്ടിൽ നിനക്ക് അള്ളാഹു ഒരു കൊട്ടാരം തരും. വബൈത്തും ഫിൽ അഅലൽ ജന്നതി ലിമൻ ഹസുന ഖുൽഖഹു, നല്ല സ്വഭാവം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ 3ാമത്തെ കാര്യം, സ്വൽസ്വഭാവം സ്വീകരിച്ചവന് സ്വർഗത്തിന്റെ ഏറ്റവും മുകളിൽ അള്ളാഹു ഒരു വീട് ഉറപ്പു തരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽസ്വഭാവം ഉണ്ടാക്കിയെടുക്കുക. എന്താ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ നന്മ പ്രവർത്തിക്കലും തിന്മ തടയിലും മുഖപ്രസന്നതയുമാണ് സ്വൽസ്വഭാവമെന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു. നന്മ പ്രവർത്തിക്കുക, തിന്മ തടയുക, എല്ലാവരോടും മുഖപ്രസന്നതയോടുകൂടി നോക്കുക. വിനയം, വിവേകം, വിട്ടുവീഴ്ച, ഔദാര്യം, സഹനം, നന്ദി, സത്യസന്ധത, ഇതെല്ലാം സൽസ്വഭാവങ്ങളുടെ ഗുണങ്ങളിൽ എണ്ണപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൽസ്വഭാവത്തെക്കാൾ നാളെ മീസാൻ എന്ന ത്രാസിൽ ഭാരം കൂടുന്ന മറ്റൊരു വസ്തുവില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യദിനത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരും അവന്റെ സാമീപ്യം ലഭിക്കുന്നവരും വിശ്വാസികളിൽ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവമുള്ളവരായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്യുമായിരുന്നു, അള്ളാഹുവേ നീ എന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നയിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കൊട്ടാരം ലഭിക്കുന്ന, സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത്, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത്, സ്വർഗത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത്, ഈ 3 സ്ഥലങ്ങളിൽ കൊട്ടാരങ്ങൾ, വീടുകൾ ലഭിക്കുന്ന 3 നല്ല ഗുണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹദീസിൽ നമ്മൾ പഠിച്ചത്. അള്ളാഹു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ വആഖിറു ദുആനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.